ഓണറേറിയം വർധനയുൾപ്പെടെ ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന ആശാപ്രവർത്തകരുടെ സമരം തുടരും. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സമരം കിടക്കുന്ന പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏപ്രിൽ 12-ാം തീയതി പൗരസംഗമം നടക്കും. ആശമാരുടെ അതിജീവന സമരം 58-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. പ്രശാന്തിലേക്ക് എത്താം. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം, ആശാപ്രവർത്തകരുടെ സമരം 58-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ചർച്ചകൾ ഉണ്ടായി, പക്ഷേ അതിലൊന്നും ഫലം കാണുന്നതല്ല ഒടുവിൽ എത്തുമ്പോൾ എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിൽ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്നുള്ളതുമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആശമാരുടെ സമരം 58-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. മറ്റ് വിവരങ്ങൾ? ഒരു തവണ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചകളിലൊന്നും ഫലം കാണാത്തത് കൊണ്ടാണ് സമരം തുടരുന്ന സാഹചര്യമായത്. വീണ്ടും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 58-ാം ദിവസത്തിലേക്കാണ് രാപ്പകൽ സമരം കടക്കുന്നത്. അതുപോലെ തന്നെ 20-ാം ദിവസത്തിലേക്ക് നിരാഹാര സത്യാഗ്രഹ സമരവും കടക്കുന്നുണ്ട്. ഇപ്പോഴും സമരം ഇവിടെ തുടരുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അല്ലെങ്കിൽ ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായി സമരസമിതി ആരോപിക്കുന്നത്. ചർച്ചകൾ പലതവണയായി നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആ തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്ത നിലയിലാണ് ഇപ്പോഴും ഈ സാഹചര്യങ്ങൾ തുടരുന്നത്. സർക്കാർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിനിടയിൽ ഈ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കും. പൗരസംഗമം എന്ന നിലയിൽ ഒരു സമരം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നുണ്ട്. ഫെബ്രുവരി 12-ാം തീയതിയാണ് ഈ സമരം നടക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് സമരങ്ങൾ പുരോഗമിക്കുന്നു. മാത്രമല്ല, മറ്റ് സമരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് തുടർ സമരങ്ങൾ എന്ന നിലയിൽ അത് പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ പല രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ സമരസ്ഥലത്തേക്ക്, രാപ്പകൽ സമരപ്പന്തലിലേക്ക് എത്തുന്നു. ഇവിടെയുള്ള സമരമിരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തുന്നു. അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ അല്ലെങ്കിൽ സമീപനങ്ങളിലെല്ലാം വിമർശനങ്ങളും ഉയരുന്നു. നമുക്കറിയാം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വനിതാ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഈ ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ വാതാരോധം സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സർക്കാരാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാനം ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ജനദ്രോഹ നടപടികൾ കഴിഞ്ഞ 58 ദിവസമായി തുടരുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഈ സമരസമിതിക്കാർക്ക് വേദന ഉണ്ടാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം കൊടുത്ത തുകയുടെ കണക്കുകളെല്ലാം കൃത്യമായി അത് ഇരു സഭകളിലും പറഞ്ഞു. അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കേന്ദ്ര ആരോഗ്യമന്ത്രി സന്ദർശിച്ചിരുന്നു വീണ ജോർജ്. അപ്പോഴും ഈ കണക്കുകളെല്ലാം പറയുകയും ചെയ്തു. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയമായിരുന്നു. ആ ഓണറേറിയത്തിൽ വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ അത്തരം സമീപനങ്ങളിലേക്കൊന്നും അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഇതൊരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ആ സമിതി അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് ഓണറേറിയം വർധനമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നത്. അങ്ങനെ ഒരു സമീപനം കൂടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എം എ ബിന്ദു ചേച്ചി ഈ സമരസമിതി നേതാവായ എം എ ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അതിൽ ഫലം കണ്ടില്ലെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നായിട്ട് പ്രതികരണങ്ങളൊന്നും വന്നതുമില്ല. എന്തായിരുന്നു ആ ചർച്ചയിൽ നിങ്ങൾ ഉന്നയിച്ച വിഷയം? സ്വാഭാവികമായിട്ടും ഓണറേറിയമായിരിക്കും. മറ്റെന്തൊക്കെയായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായത്? അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക്, കാരണം അദ്ദേഹം പറഞ്ഞു നമ്മൾ അദ്ദേഹത്തോട് സമീപിച്ചില്ല, കണ്ടില്ല, ഇടപെടാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായൊരു കൂടിക്കാഴ്ചയ്ക്കാണ് പോയത്. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ പൊതുവെയുള്ളൊരു നിലപാട് പറഞ്ഞു. അങ്ങനെയല്ല, ഇതിനെ കുറച്ചും കൂടെ ഒരു തൊഴിലാളി നേതാവെന്നുള്ള നിലയിലും തൊഴിൽ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിലും കുറച്ചും കൂടെ ഒരു അനുഭാവപൂർണ്ണമായൊരു നിലപാടെടുക്കണം. നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തുക പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം നടത്തണം, അതിനുള്ളൊരു ശ്രമം നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അദ്ദേഹം നോക്കാം, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ചർച്ച പോസിറ്റീവായിരുന്നോ? തീർച്ചയായിട്ടും പോസിറ്റീവായ ചർച്ചയാണ് നടന്നത്. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം നമ്മുടെ വിഷയങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് നമ്മളോട് പറയുകയും ചെയ്തു.
28 ദിവസം പിന്നിടുകയാണ്. ഇനി 2 ദിവസം കൂടി മാത്രമാണ്. 2 ദിവസം കൂടി ആകുമ്പോഴേക്കും ഈ സമരം ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരം 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും അതൊരു 2 മാസം എന്ന നിലയിലേക്ക് എത്തും. ഇപ്പോഴും ഈ സമരം തുടരുന്നു. എങ്ങനെ തുടർ സമരം എങ്ങനെയാണ്? ഒരു പൗരസംഗമം അടക്കമുള്ളവ സംഘടിപ്പിക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നു. കാരണം നമ്മളെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇപ്പം സമരത്തോടൊപ്പം നിൽക്കുന്നവരും സമരത്തിനെതിരെ നിൽക്കുന്നത്. അപ്പോൾ ആ ഡിവിഷനിൽ ഭൂരിപക്ഷവും സമരത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ സമരത്തോടൊപ്പം വന്നു ചേരാൻ പല സ്ഥലങ്ങളിൽ പല കാരണങ്ങളാൽ ഇരുന്നു കൊണ്ടുള്ള സപ്പോർട്ടാണ് പല സ്ഥലങ്ങളിലും വരുന്നത്. ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് അറിയിക്കാൻ പലർക്കും കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ ഈ സമരത്തോടൊപ്പമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു അവസരമാണ്. പൗരസാഗരം എന്നാണ് ആ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ജോസഫ് സി മാത്യു സാറും ഡോക്ടർ KG താരെ, പി ഉഷ അതുപോലുള്ള പ്രമുഖരാണ്, ഡോക്ടർ ആസാദ് ഇതുപോലുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ഈ സമര മുന്നേറ്റങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും, ഒരു പങ്കാളിത്തമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അന്ന് നമ്മുടെ ആശാ വർക്കർമാർ എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ പരിചയക്കാർ, ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം ഇവിടെ എത്തിക്കാനുള്ള ഒരു തീവ്രമായ പരിശ്രമം ഞങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വളരെ വലിയൊരു പരിപാടിയായി. മറ്റൊരു കാര്യം എന്നല്ലേ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വലിയ സമരം ഉണ്ടാകുമ്പോൾ, ആ സമരം ജനശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ, മാധ്യമ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇടപെടുന്നൊരു സമീപനം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. നിലവിലെ ഒരു കാലഘട്ടത്തിൽ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത്, പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഏകാധിപത്യ സമീപനം സ്വീകരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹം ഇടപെടേണ്ടുന്ന സമയത്ത് ഇടപെടണമെന്നുള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നമുക്ക് സമയം വെച്ച് സമരം നടത്താൻ പറ്റത്തില്ലല്ലോ. സമരം തുടങ്ങി, അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ സമരം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇടപെടേണ്ട സമയത്ത് ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ. അതിൽ മനോവിഷമം ഉണ്ടോ മുഖ്യമന്ത്രി? അതായത് ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തിയ ആളാണ്, അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തിയ ആളാണ് പിണറായി വിജയൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പറ്റം വനിതകൾ ഇവിടെ സമരം ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നില്ല എന്നതിൽ സങ്കടം, വിഷമം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വിഷമോ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളൊരു സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ആരുടെയും ഒരു പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യം അങ്ങനെയൊന്നുമല്ല. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. നമ്മൾ പൊതുപ്രവർത്തനമൊക്കെ അതാണ് ജീവിതമെന്ന് തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതിലും തീക്ഷ്ണമായ എത്രയോ സമരങ്ങൾ നടന്നിരിക്കും. ഇപ്പം കർഷകർ 755 പേര് ആ കർഷക സമര ഭൂമിയിൽ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് കുലുങ്ങാതെ നിന്നാണ് സമരം. അതാണ് ആ സമരത്തിൻ്റെ ഒരു. ഞാൻ ചോദിക്കാൻ കാര്യമേ, ഈ ഉത്തരേന്ത്യയിലേക്ക് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിനെതിരെ വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ സർക്കാരും CPM ഒക്കെ. അപ്പോൾ ഇതും ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ? ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും കാലം കുറച്ച് സ്ത്രീകൾ സമരം ഇരിക്കുക, അവരെ കാണാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ? അത് അവർ പരിശോധിച്ച് നോക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കണം. തീർച്ചയായിട്ടും സ്ത്രീ തൊഴിലാളികൾ ഇത്രയും വലിയൊരു സഹന സമരം നടത്തുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുക. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും തൊഴിലാളികളോട് അനുഭാവപൂർവമായ നിലപാടെടുക്കണം. അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ പിടിവാശി അത്തരമൊരു നിലപാടെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങൾ വളരെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ഈ സർക്കാർ ജനങ്ങളുടെ സർക്കാരാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ സർക്കാരല്ല. അപ്പോൾ സർക്കാർ എടുക്കേണ്ടുന്ന മന്ത്രിമാരാണേലും മുഖ്യമന്ത്രിയാണേലും എടുക്കേണ്ടുന്ന നിലപാട് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സമരങ്ങളോട് എന്തിനാണ് ഇത്ര പിടിവാശി? നേരത്തെ പൊമ്പളൈ ഉറുമി ഒക്കെ ഉള്ള സമയത്തും പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്ത്രീ സമരങ്ങളോട് എന്തിനാണ് ഇത്ര പിടിവാശി? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീ സമരങ്ങളോട് മാത്രമാണെന്ന്. പൊതുവേ സമരങ്ങളോട് എല്ലാ സർക്കാരുകളും കാണിക്കുന്ന നിലപാട് ഇതാണ്. ഓരോ ദിവസം കഴിയുന്തോറും പാർട്ടികളുടെയും സർക്കാരുകളുടെയും നിറവും ഭാവവും സ്വഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അത് സമരങ്ങളോടുള്ള നിലപാടിലും കാണും. അങ്ങനെ പെട്ടെന്ന് തൊഴിലാളി സമരങ്ങൾ നടത്തി വിജയിച്ച ചരിത്രങ്ങളൊന്നുമില്ല. തൊഴിലാളി സമരങ്ങൾക്ക് അതിൻ്റേതായ കോഴ്സുണ്ട്, അതായത് സെറ്റിൽമെൻറ്റ് നടത്തുന്ന രീതികളുണ്ട്. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വനിതകളെന്നുള്ള നിലയിൽ കുറച്ചും കൂടി അനുഭാവപൂർണമായൊരു നിലപാട് മുൻപ് തന്നെ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്.
രോഹിണി, അത് തന്നെയാണ് സ്ത്രീകൾ നടത്തുന്ന സമരം എന്ന നിലയിൽ ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനം നേരത്തെ തന്നെ എടുക്കേണ്ടിയിരുന്നു. എന്നാൽ അത് അതെ. ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ആശമാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം സമീപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഈ സമരസമിതിക്കാരെ വിഷമിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന എന്തെങ്കിലും ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് വലിയ രീതിയിൽ ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന് വ്യാപക പ്രചരണം നടത്തുന്നവരാണ് ഇവിടുത്തെ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരുമൊക്കെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഇത്രയും വനിതകൾ ഇവിടെ ഇങ്ങനെ സമരം ഇരിക്കുകയാണ്. രാത്രിയെന്നില്ല പകലെന്നില്ല എന്ന രീതിയിൽ കഴിഞ്ഞ 58 ദിവസം സമരം ഇരിക്കുമ്പോഴും അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രാപ്പകൽ സമരം 58 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതോടൊപ്പം തന്നെ 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ നിരാഹാര സമരവും. പൗരസാഗരം അടക്കമുള്ള ഒട്ടേറെ പരിപാടികളുമായി വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമുഖത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം ശക്തമാകാനുള്ള ഒരു സമരമാക്കുകയും കൂടി ചെയ്യും. എന്തായാലും സമരം തുടരുക തന്നെ ചെയ്യും. കൂടുതൽ തുടർ സമരങ്ങളിലൂടെ ഈ ആശാസമരം. ശരി പ്രശാന്ത്, ആശമാരുടെ സമരം 58-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.